നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രവീന്ദ്ര വൈക്കാർ എന്ന ശിവസേന ഷിൻഡെ വിഭാഗം നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് വിധിയെ അസാധുവാക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. ശിവസേന ഉദ്ധവ് വിഭാഗം അതിശക്തമായി നീങ്ങുകയാണ്. കേവലം 48 വോട്ടുകൾക്ക് മാത്രമാണ് ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കി എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധു മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസം മൊബൈൽ ഫോൺ പരിസരത്ത് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം അതിശക്തമായി നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, നിരവധിയായ വിഷയങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ പരാതിയുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്തും എന്നാണ് ശിവസേന ഉദ്ധവ് വിഭാഗം രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത്. നമുക്കറിയാം, 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കേവലം 18 സീറ്റുകൾ അതുമാത്രമാണ് NDA മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. 30 സീറ്റുകൾ ഇന്ത്യ മുന്നണി വിജയിച്ച് കയറിയ സംഭവമാണ്. അതിനകത്താണ് ഏറ്റവും നിർണായകം എന്ന് പറയേണ്ടത്. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ ആണ് അന്ധേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അടങ്ങുന്നത്. അന്ധേരി വെസ്റ്റും അന്ധേരി ഈസ്റ്റും ഉൾപ്പെടെ ഉള്ള നോർത്ത് വെസ്റ്റിൽ അതിശക്തമായിട്ടുള്ള തീപ്പാർന്ന പോരാട്ടമാണ് ഉദ്ധവ് വിഭാഗവും ഷിൻഡെ വിഭാഗവും തമ്മിലുള്ള ഈ മാരകമായ ഏറ്റുമുട്ടലിൽ നടന്നത്. 48 വോട്ടുകൾക്ക് വിജയം എന്ന രീതിയിലേക്ക് അത് ചുരുങ്ങുമ്പോൾ ഷിൻഡെ വിഭാഗത്തിന് അത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിന് ഇടയിലാണ് മറ്റൊരു പ്രഹരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. NDAക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള രീതിയിലേക്കൊരു പുതിയ ട്വിസ്റ്റ് തന്നെയാണ് സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായും നമുക്കറിയാം, ഈ ഒരു ജനാധിപത്യ വിധി അത് ആർക്ക് തന്നെയായിരുന്നാലും വളരെ കഠിനമേറിയ ഒരു വിഷയം തന്നെയാണ്. മുംബൈ നോർത്ത് വെസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ തീർച്ചയായും ഷിൻഡെ വിഭാഗത്തിന് അത് ക്ഷീണമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഫലം ഉദ്ധവ് താക്കറേക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഉടനീളം എന്നതിരിക്കെ ഷിൻഡെക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യത്തിന് ഇതുവരെയും കൃത്യതയാർന്ന നിലപാട് NDAക്കുള്ളിൽ എടുത്തിട്ടില്ല. സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്തും, എങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ ഓരോ സഖ്യകക്ഷികൾക്കും വീതം വയ്ക്കൽ നടത്തുക, ഇതിലൊന്നും കൃത്യതയാർന്ന തീരുമാനമെടുക്കാൻ NDAക്കുള്ളിൽ കഴിയുന്നില്ല. അതേസമയം ഐക്യത്തോടുകൂടി ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും അലട്ടാതെ തന്നെ ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജനം വളരെ വ്യക്തമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭയ്ക്ക് ആനുപാതികമായിട്ടുള്ള വിഭജനമാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു തർക്കവും അവർ തമ്മിൽ ഇല്ല. ഇവിടെയാണ് NDAക്ക് വലിയ തിരിച്ചടിയാകാൻ പോകുന്ന ഘടകം. അതിനോടൊപ്പം തന്നെ ഈ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ സ്വതന്ത്രനായി ജയിച്ച MP കോൺഗ്രസിൽ ചേക്കേറിയപ്പോൾ കോൺഗ്രസിൻ്റെ ടാലി 100 കടന്നത്. നിലവിൽ 102 കോൺഗ്രസിൻ്റെ ടാലി. ഇത്തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഇന്ത്യയിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ശിവസേന ഉദ്ധവ് താക്കറേക്ക് പരിപൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉദ്ധവ് താക്കറെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നീങ്ങുന്നത്.